Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണം സ്പെഷ്യൽ സീരീസിലെ 6ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസമാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 3 പായസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിന് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പ് വെച്ചൊരു പായസമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പായസമാണ്. അതായത് നുറുക്ക് ഗോതമ്പിൻ്റെ പായസമാണ്. നുറുക്ക് ഗോതമ്പ് ഞാൻ നന്നായി കഴുകി വാഷ് ചെയ്തിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ആദ്യം വേവിക്കാൻ വെക്കണം. 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. കാസ്റ്റേണ്ട പാത്രം ചൂടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുക്കറിൽ ആദ്യം നമ്മൾ വേവിച്ച ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് ഇളക്കി ഇതിലത്തെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റുന്നത് വരെ ആക്കിയെടുക്കാം. അതിന് ശേഷം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് നെയ്യിൽ കിടന്ന്. അപ്പം ഇനി നമുക്കതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ശർക്കര നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മൾ ശർക്കരയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ ശർക്കര ഉരുക്കിയതാണ്. മധുരം കുറവുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ ആ ഒരു ഇഷ്ടം ഉണ്ടാവില്ല ഓരോരുത്തർക്ക്. ചിലർക്ക് കൂടുതൽ മധുരം വേണം. അതിനനുസരിച്ച് നമുക്ക് കൂടുതലും കുറവും ശർക്കര എടുക്കാം. അപ്പം അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അതിന് ഞാൻ കണക്കൊന്നും പറയണില്ല. ഇത് ഇതിൽ കിടന്ന് നന്നായി ഒന്ന് കുറുതായി വരട്ടെ. നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ പശുമ്പാലിലാണ് ചെയ്യണത്. തേങ്ങാപ്പാലിൽ ചെയ്യുന്നവർക്ക് തേങ്ങാപ്പാലിൽ ചെയ്യാം. ഇവിടെ പശുമ്പാലിലാണ്. അപ്പോൾ പാല് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3/4 ലിറ്റർ പാലുണ്ട്. പാലിൻ്റെ അളവും ഈ ശർക്കരയുടെ കാര്യം പറഞ്ഞ മാതിരി നമുക്ക് കൂടുതൽ കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറവ് പാലൊഴിച്ചാൽ മതി. അല്ല കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കൂടുതൽ പാലൊഴിക്കാം. അപ്പോൾ ഇവിടെ പാല് തിളച്ചു. അത് ഞാനിവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ചൂട്ടത്ത് തന്നെ, ഇതിൽ അടുപ്പിൽ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണുത്ത പാല് അതിലേക്ക് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ ഇത് എന്തായെന്ന് നോക്കാം. പായസം ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കട്ടിയായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പായസം റെഡിയാവും. അതാ നമ്മുടെ പായസം ശർക്കരയിൽ കിടന്ന്, അതായത് ഗോതമ്പ് ശർക്കരയിൽ കിടന്ന് നന്നായി കുറുതായിട്ടുണ്ട്, നന്നായി യോജിച്ചിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ തീ ഇവിടെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് ഓഫ് ചെയ്യാം. കാരണം പാലും തിളച്ചതാണ്. പായസത്തിൻ്റെ മറ്റു കൂട്ടും ഇത് ഗോതമ്പും ശർക്കരയും കൂടി തിളച്ചതാണ്. അപ്പം ഇത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിക്കാം. ഞാൻ എടുത്ത പാല് മുഴുവൻ ഒഴിക്കേണ്ടി വരില്ല. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി നോക്കാം. പിന്നെ ഇത് ഇരിക്കും തോറും കട്ടിയായി വരും. അപ്പം നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കട്ടിയായെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാലൊന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. അത് ഇരുന്ന് കഴിയുമ്പോൾ കട്ടിയാവണ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചതാണ്. അതാ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തളിച്ചിടേണ്ടത് എന്തൊക്കെയാണെങ്കിൽ അതിട്ട് കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കര പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യാം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യിലാണ് വറുത്തത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യില്ല. ടേസ്റ്റ് ബ്രോന് പായസം ഇഷ്ടമല്ല. അതുകൊണ്ട് പായസം ടേസ്റ്റ് ചെയ്യില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.